ഒരു സംസ്ഥാനത്തെ ഭരണം മാറി മറിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു വന്നത് 52 വർഷം തടഞ്ഞു വെക്കപ്പെട്ട ഒരു ഹൈന്ദവ ആചാരമാണ്, വിശ്വാസമാണ്. 52 വർഷങ്ങൾക്ക് മുമ്പാണ് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അവസാന രഥയാത്ര നടത്തിയത്, രഥം വലിക്കുന്ന യാത്ര നടത്തിയത്. ഇത്തവണ അത് വലിയ വിപുലമായ ചടങ്ങുകളോടെ നടത്താൻ തീരുമാനമായിരിക്കുന്നു. ഇന്ന് അത് ആരംഭിക്കും. ഇത്തവണ അത് 2 ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത്. കാരണം ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമൊക്കെ അനുസരിച്ചും ഒപ്പം തന്നെ പുതിയ താന്ത്രിക വിധിയുടെ അടിസ്ഥാനത്തിലും 2 ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത്. 15 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 1971 അവസാനത്തെ രഥയാത്ര നടത്തിയത്. ഇത്തവണ സുരക്ഷയ്ക്ക് 180 പ്ലാറ്റൂൺ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും, CCTV അടക്കം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ അമിത്ഷാ എത്തി, മഹാരഥി പങ്കെടുത്തു, ഇന്ന് രാഷ്ട്രപതി എത്തുന്നുണ്ട്. 52 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിവിധ സർക്കാരുകൾ, അതായത് 5 പതിറ്റാണ്ട് കാലം ഒഡീഷ ഭരിച്ച വിവിധ സർക്കാരുകൾ പല കാരണങ്ങളാൽ ഈ ഹൈന്ദവ ആചാരം തടഞ്ഞു വെക്കുകയായിരുന്നു. പക്ഷേ BJP ഇത്തവണ മത്സരരംഗത്ത് എത്തിയപ്പോൾ അവർ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് ഈ പുരി ജഗന്നാഥ ക്ഷേത്രവും അവിടുത്തെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുമെന്നായിരുന്നു. ഒപ്പം തന്നെ ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നു. പൂട്ടിയിടപ്പെട്ട അല്ലെങ്കിൽ തുറക്കാത്ത വാതിലുകൾ തങ്ങൾ തുറക്കുമെന്ന് പറഞ്ഞു. അധികാരത്തിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുരിയിലെ എല്ലാ വാതിലുകളും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് മന്ത്രിമാരുൾപ്പെടെ എല്ലാ വാതിലുകളും തുറന്ന് അതിലൂടെ പൊതുജനങ്ങൾക്കൊപ്പം അകത്ത് കയറുന്ന കാഴ്ചയും നാം കണ്ടെങ്കിൽ ഇപ്പോൾ രഥയാത്രയും ആരംഭിച്ചിരിക്കുന്നു. 52 വർഷങ്ങൾക്ക് ശേഷം BJP ഒഡീഷയിൽ അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും പഴയ ഹൈന്ദവാചാരവും തിരിച്ചു വന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.